കെ ഷാനി ഇപ്പോൾ അനിൽ ബോസ് പറഞ്ഞ കേട്ടല്ലോ. ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിഷയമാവുക ഇവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അഴിമതിയും പ്രധാനപ്പെട്ട വിഷയമാകും. ഇനി അതല്ല, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നിങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഉന്നയിച്ചാലും ഇല്ലെങ്കിലും അതാണ് പ്രതിഫലിക്കുക എന്നൊരു അഭിപ്രായമുണ്ടോ? തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിഷയമാക്കുന്നത് കേരളം കഴിഞ്ഞ 10 വർഷത്തോളമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതു സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിഷയമാക്കുന്നത്. ഞങ്ങൾക്കത് അത്ര ആത്മാഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും ആ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളെ സമീപിക്കാൻ കഴിയും. UDF കാലത്തും LDF കാലത്തും ഉണ്ടായ കാര്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ. ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം ഊന്നിയല്ലല്ലോ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ വിഷയം സ്മൃതി ഈ വിഷയം തെരഞ്ഞെടുപ്പ് വിഷയമാണ് എന്ന് പറയുന്നതിലൊക്കെ ഒരു നീതികേടുണ്ട്. കാരണം ആ പെൺകുട്ടി പരാതി പറയാൻ തയ്യാറാകുന്നത്, അത് കേസാകുന്നത്, ഇതൊന്നും ഇടതുപക്ഷത്തിൻ്റെ അജണ്ട അല്ലല്ലോ. ഇടതുപക്ഷം അതിനു വേണ്ടി എന്തെങ്കിലും തരത്തിൽ ഈ സമയത്ത് പരാതി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിന് മുഴുവൻ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ നമ്മുടെ ചോദ്യം ആരാണ് സംരക്ഷണം ഒരുക്കുന്നത് എന്നുള്ളതാണ്. സംരക്ഷണം ഒരുക്കുന്നത് ആരാണ് എന്ന കാര്യത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ അതിനോട് കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് പറഞ്ഞിരുന്നു. ഈ ഒരു പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ സൈക്കോപാത്ത് നിരന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ആ പെൺകുട്ടി ഭീഷണിയിൽ ഇയാളുടെ വെർബൽ അബ്യൂസ് കഴിഞ്ഞ് ഇയാളുടെ പീഡനം സഹിക്കാൻ വയ്യാതെ, ഇയാളുടെ ചീത്തവിളി സഹിക്കാൻ വയ്യാതെ ആ പെൺകുട്ടി ബോധം കെട്ട് വീഴുകയും ആ സമയത്ത് ഈ പറയുന്ന വടകര MP ഷാഫി പറമ്പിൽ 2 മണിക്ക്, പാതിരാത്രി 2 മണിക്ക് ഈ പെൺകുട്ടിയുടെ സഹപ്രവർത്തകനെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ അവർ ഈ പറയുന്ന ഷാഫി പറമ്പിൽ പറയേണ്ടതാണ്. ഇതുവരെ അക്കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അയാൾ നേരിട്ട് സംരക്ഷണം കൊടുത്തതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. തുടർന്നും അത് തുടരുകയാണ്. ഇപ്പം ഇന്ന് പോലും അയാളുടെ പ്രതികരണം വന്നത് ഏതെങ്കിലും തരത്തിൽ അയാളെ തള്ളി പറയുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം പോലും വന്നില്ല. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും പറഞ്ഞത് അയാൾക്കെതിരെ വല്ലാതെ കളിച്ച് കൂടുതൽ പറയും എന്നാണ്. കെ മുരളീധരൻ പറഞ്ഞത് മതിൽ ചാടാൻ വേണ്ടിയിട്ടല്ല MLA ആക്കിയത് എന്നാണ്. VD സതീശൻ പറഞ്ഞത് നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്നാൽ ഇപ്പോഴും ഷാഫി പറമ്പിൽ പറയുന്നത് സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെടുത്തി ഇതിനെ സമീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായി മറുപടി പറയാതെ മറ്റൊരു വിഷയത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ തിരിക്കുകയാണ്. ഇത് ആർക്കു വേണ്ടിയിട്ടത് ചെയ്യുന്നത്? ഇത് ഷാഫി പറമ്പിൽ അവിടെ പറഞ്ഞതിന് ശേഷം ഇതിനെന്തിനാ മറുപടി പറയുന്നത്? ഒരു പാർട്ടി പ്രവർത്തകനെതിരെ ആരോപണം വന്നു, അയാൾക്കെതിരെ ചെയ്യേണ്ട എല്ലാ നടപടികളും കോൺഗ്രസ് പാർട്ടി ചെയ്തു കഴിഞ്ഞാൽ പാർട്ടി എല്ലാ അർത്ഥത്തിലും ഒരാളെ പുറത്തു കഴിഞ്ഞാൽ ഞാൻ കേട്ടത് സംരക്ഷണം കൊടുക്കുന്നത് CPM ആണ്. രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം കൊടുക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ് എന്നാണ്. മനസ്സിലായില്ലേ? അതെ, ഒരു രാഷ്ട്രീയ നിങ്ങൾ ഈ കേരളത്തിലെ ഗവൺമെന്റ് ആണ് നടപടി സ്വീകരിക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെങ്കിൽ അയാൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് കേരള ഗവൺമെന്റ് ആണെന്ന്. അനിൽബോസ്, ഒരു നിമിഷം. ഷാഫി പറമ്പിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ് സംരക്ഷണം ഒരുക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ സ്മൃതി, ഞങ്ങൾ പരാതി പറഞ്ഞതിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരു കാര്യം, ഏറ്റവും ഒടുവിൽ അങ്ങ് പറഞ്ഞ തുടക്കത്തിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിപ്പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറായിരുന്നില്ല. പക്ഷേ മിനിഞ്ഞാന്നുള്ള പ്രതികരണത്തിൽ ഷാഫി പറമ്പിൽ പറയുന്നത് രാഷ്ട്രീയ നേതാവ്, വളർന്നു വരുന്ന യുവ നേതാവ് എന്ന നിലയ്ക്കുള്ള സൗഹൃദമുണ്ടായിരുന്നു, അതല്ലാതെ വ്യക്തിപരമായി ഒരു ക്രിമിനൽ രൂപത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കുന്ന അറിഞ്ഞിട്ടില്ല എന്നാണ് ഷാഫി പറയുന്നത്. അങ്ങനെ ഉള്ള ഒരാളെ തള്ളിക്കളയുന്നു എന്ന വാചകം തന്നെയാണ് ഷാഫിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ആത്മാർത്ഥതയൊക്കെ അങ്ങ് വേണമെങ്കിൽ വിലയിരുത്തിക്കോളൂ, പക്ഷെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പ്രതികരണം കേട്ടു. ആ പ്രതികരണത്തിൽ പറഞ്ഞത് അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്, സംഘടനാ പ്രവർത്തനത്തിന് മാത്രമാണ് ഞാൻ പിന്തുണ കൊടുത്തത്, ബാക്കിയുള്ള ആക്ടിവിറ്റീസിനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം ബാക്കിയുള്ള ആക്ടിവിറ്റീസ് അദ്ദേഹത്തിന് അറിയായിരുന്നു, അദ്ദേഹം അതിന് വിലക്കിയില്ല എന്നാണ്. അപ്പോൾ ഒരാളെ രാഷ്ട്രീയ നേതാവായി വളർത്തിക്കൊണ്ടുവരുമ്പോൾ, സംസ്ഥാന പ്രസിഡന്റ് ആക്കുമ്പോൾ, MLA ആക്കുമ്പോൾ മറ്റേ ആക്ടിവിറ്റീസ് അയാൾ അറിഞ്ഞിട്ടും അതിന് ഞാൻ പിന്തുണ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിന് ഒഴിഞ്ഞു മാറാനാവില്ല. പിന്നെ ഷഹനാസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കോൺഗ്രസിന്റെ സമുന്നതയ നേതാവാണ് ഷഹനാസ്.
ഷഹനാസ് പറയുന്നത് ഞാൻ മുൻപ് തന്നെ ഇയാൾക്ക് പരാതി കൊടുത്തിരുന്നു, ആ പരാതിയുടെ കാര്യം ചോദിക്കുമ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് ക്രിമിനൽ പരാതി ഒന്നും കിട്ടിയിട്ടില്ല, ക്രിമിനൽ ആക്ടിവിറ്റിയുടെ പരാതി കിട്ടിയിട്ടില്ല എന്നാണ്. എന്നാൽ എന്ത് പരാതിയാണ് കിട്ടിയത്, എന്താണ് അതിൽ ചെയ്തത് എന്നുകൂടി പറയാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട MP ആണല്ലോ. കിട്ടിയ പരാതി എന്തായിരുന്നു, അതിൽ അദ്ദേഹം എടുത്ത നടപടി എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് പറയാൻ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. കാരണം ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഷഹനാസ് ഉന്നയിക്കുന്ന കാര്യം ഇയാളെ നേതൃത്വത്തിൽ കൊണ്ടുവരരുതെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. എൻ്റെ പരാതി മാത്രമല്ല നിരവധി പെൺകുട്ടികൾ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടും എന്തിനാണ് ഇയാളെ വളർത്തിക്കൊണ്ടുവന്നത് എന്നതിന് മറുപടി പറയാതിരിക്കാൻ അദ്ദേഹത്തിന് ആവില്ല. അല്ലാതെ ഞാൻ എൻ്റെ സംഘടനാ പ്രവർത്തനത്തിനാണ്, രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലാണ് പിന്തുണ കൊടുത്തത്, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പിന്തുണ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നു എന്ന് സമ്മതിക്കൽ കൂടിയാണ്. അല്ലെങ്കിൽ അത് അറിഞ്ഞിരുന്നില്ല എന്ന് പറയണം. എൻ്റെ മുമ്പിൽ പരാതി എത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയണം. VD സതീശന് പരാതി എത്തുന്നതിൻ്റെ 1.5 മണിക്കൂർ മുമ്പെങ്കിലും ഷാഫി പറമ്പിലിന്റെ മുമ്പിൽ ഈ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നിട്ടും അയാളെ സംരക്ഷിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കൃത്യമായ ബോധ്യത്തോടെ തന്നെയാണ് പറയുന്നത്. ആ സംരക്ഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായ ബോധ്യമാണ്. അതിന്റെ തെളിവുകൾ കൂടുതൽ അന്വേഷണത്തിൽ ഇപ്പൊ ആരാണ് സംരക്ഷിച്ചത്, ആരാണ് ഒളിവിൽ പോകാൻ സഹായം ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അന്ന് രാഹുലിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് പറഞ്ഞത് എന്താണ്? അടിസ്ഥാനത്തിൽ അങ്ങ് നടത്തുന്ന വിലയിരുത്തലായിട്ടല്ലേ അതിനെ കാണാൻ പറ്റുകയുള്ളൂ. ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെന്തെങ്കിലും തെളിവുകൾ വേണം. നമ്മുടെ മുന്നിൽ അത്തരം തെളിവുകളില്ല. ഇത് ഷാഫിയോടുള്ള കുശുമ്പാണ് സ്മൃതി. ഒരു മിനിറ്റ് ചോദിച്ചോട്ടെ. ഇത് ഷാഫിയോടുള്ള കുശുമ്പാണെന്ന്. ഇയാളെന്നാ CPM ആയത്? ഷാഫിയോട് കുശുമ്പ് പോത്ത് പാർട്ടി വിട്ടു പോയതല്ലേ? എന്നിട്ട് ഷാഫിയുടെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമുണ്ടോ? അയാളെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്നുള്ളത് മാന്യമായി പ്രവർത്തിക്കുന്ന MP ആണ്. അത് ജനങ്ങൾക്കൊക്കെ കാണുന്നുണ്ട്. താങ്കൾ ഇപ്പോൾ ഈ വിഷയത്തിൽ ഷാഫിയുടെ പേര് പരാമർശിക്കുന്നത് എന്തിനാ? ഷാഫിയോടുള്ള കുശുമ്പ് മൂത്ത രാഷ്ട്രീയം മാത്രമല്ല. താങ്കൾ കോൺഗ്രസ് വിടുമ്പോഴും താങ്കൾക്കുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഷാഫിയോടുള്ള അസൂയയാണ്, ഷാഫിയോടുള്ള കുശുമ്പാണ്. അതിനപ്പുറം ഒരു രാഷ്ട്രീയം നിങ്ങൾക്ക് എന്ത് CPM രാഷ്ട്രീയം, എന്ത് പ്രത്യേക രാഷ്ട്രീയം? നമ്മളിപ്പോൾ നമ്മളിപ്പോ ഏത് വിഷയം ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് എന്ന് മുതലാണ് CPMന്റെ പ്രത്യേക രാഷ്ട്രീയം തുടങ്ങിയത്? ഞാൻ പറയട്ടെ, രമേശ് ചെന്നിത്തല പറയുന്നു ഞങ്ങളുടെ മുമ്പിൽ പരാതി ഞാൻ മറുപടി പറയട്ടെ. അതൊന്നും ശരിയല്ല. നിങ്ങൾ പരാതി കൊടുത്തു, നടപടിയെടുക്കുക. ആഭ്യന്തര വകുപ്പിനെതിരെ നിങ്ങൾക്ക് വിമർശിക്കുക. നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്ത പോലീസിനെ നിങ്ങൾ വിമർശിക്കുക, പോലീസിന്റെ മന്ത്രിയെ നിങ്ങൾ വിമർശിക്കുക. അല്ലാതെ അസൂയ മൂത്ത് ഷാഫിയുടെ നെഞ്ചത്തോട് കയറിയിട്ട് കാര്യമില്ല. ഷാഫി തെരഞ്ഞെടുക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണയുള്ള MP ആണ്. അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷേപവും നിലവിലില്ല. മനസ്സിലായി? അങ്ങയുടെ ഈ ഉറച്ച ശബ്ദം ഇപ്പോഴല്ലേ പൊന്തിയത് അല്ലേ? കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതി ഉത്തരവ് വരുന്നവരെ നിങ്ങളും നിങ്ങളെല്ലാവരും ഒന്നുമില്ല. ഞാൻ പരസ്യമായി രാഹുൽ നടപടിയെടുത്ത പാർട്ടി തീരുമാനത്തെ പരസ്യമായി സ്വാഗതം ചെയ്ത ആളാണ്. വളരെ ചുരുക്കം നേതാക്കളെ ആ കാര്യത്തിൽ നിലപാടെടുത്തവർ. അനിൽ ബോസ് അനിൽ ബോസിന്റെ നേതാവ് KC വേണുഗോപാലിന് സംരക്ഷണം കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. അനിൽ ബോസിന്റെ നേതാവ് KC വേണുഗോപാൽ സംരക്ഷണം കൊടുക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അനിൽ ബോസിന് നട്ടലുണ്ടെങ്കിൽ, തന്റേടമുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ ആ പാലക്കാട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം ഇയാളെ പാർട്ടി സ്ഥാനാർത്ഥിയുടെ സ്ക്രൂട്ടിനി യോഗത്തിൽ പങ്കെടുപ്പിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ താങ്കൾക്ക് ഉണ്ടെങ്കിൽ താങ്കൾ നടപടിയെടുക്കും. ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് താങ്കൾ എന്തിനാണ് അസൂയപ്പെടുന്നത്? ഒരു വ്യക്തിയല്ല, സ്ക്രൂട്ടിനി യോഗത്തിലാണ് പങ്കെടുത്തത്. അവിടുത്തെ ആരെങ്കിലും പോയി കണ്ടെങ്കിൽ ഈ പറയുന്ന സൈക്കോപാത്തിന്റെ കാര്യങ്ങൾ സൈക്കോപാത്തിന്റെ കൊള്ളരുതായ്മയിൽ അസൂയ നിങ്ങൾക്കുണ്ടാവും. ഇഷ്ടപ്പെടുന്ന സൈക്കോപാത്തിന് വേണ്ടി ന്യായീകരിക്കാൻ നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ അത് നിങ്ങൾ വലിയ കാര്യമായിട്ട് കൊണ്ടുവരുന്നോ? ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആലുമുളച്ചാലും അത് തണലായിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. ഞങ്ങൾ അങ്ങനെയല്ല. ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് നിങ്ങളാണ്. അദ്ദേഹത്തെ പോയി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങളുടെ മുഴുവൻ കോൺഗ്രസ് പാർട്ടിയുടെ കയ്യിലാണ്. നിങ്ങൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സ്ക്രൂട്ടിനി യോഗത്തിലാണ് പങ്കെടുത്തത്. നോമിനേഷൻ സ്ക്രൂട്ടിനി യോഗത്തിലാണ് പങ്കെടുത്തത്. കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് നാണുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം? നിങ്ങൾക്ക് നാണുണ്ടോ അത് പറയാൻ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ ഇപ്പോഴാണ് വന്നത്. ഒരു മിനിറ്റ്. ഡിബേറ്റ്
ഒപ്പിൻ സ്മൃതി പരുത്തിക്കാട്.